Hey guys, welcome back to my channel. So ഇത് എന്റെ സെക്കൻഡ് പാർട്ടാണ്. സോ പ്രീവിയസ് പാർട്ടിൽ ഞാൻ പീരീഡ്സിന്റെ എങ്ങനെ ഉണ്ടായിരിക്കണം നിങ്ങളുടെ റുട്ടീൻ ആൻഡ് പെയിൻ മാനേജ്മെന്റ് മെന്റൽ ഹെൽത്ത് ഒക്കെ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു വാച്ച്. ആൻഡ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഫുഡിനെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല. ആൻഡ് ഒബ്വിയസ്ലി ഹൈജീൻ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡ്യൂറിങ് പീരീഡ്സിന്റെ സമയത്ത് നമ്മുടെ ഹൈജീൻ എങ്ങനെ ഉണ്ടായിരിക്കണം, നമുക്ക് എങ്ങനെ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. പീരീഡ്സിന്റെ സമയത്ത് നമ്മുടെ ഡയറ്റിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ്. കാരണം ഡ്യൂറിങ് പീരീഡ്സ് നമുക്ക് ബ്ലഡ് ലോസ് ആണ് ഉണ്ടാവുന്നത്. സോ ബ്ലഡ് ലോസ് ആവുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് അയൺ കൂടിയാണ് ലോസ് ആവുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അയൺ ഒരു ഇമ്പോർട്ടന്റ് മിനറൽ ആണ് നമ്മുടെ ശരീരത്തിൽ. സോ നമ്മുടെ ബോഡിയിൽ അയൺ ലോസ് സംഭവിക്കുമ്പോൾ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാം, നമുക്ക് ടയേർഡ്നെസ്, ക്ഷീണം ഉണ്ടാവും, നമുക്ക് ബ്രിട്ടിൽ നെയിൽസ്. ഡ്യൂറിങ് ദിസ് ടൈം നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് അയൺ റിച്ച് ഫുഡാണ്. സോ അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അയൺ റിച്ച് എന്ന് പറയുമ്പോൾ ചീര അല്ലെ, ചീര ഉൽപ്പന്നങ്ങൾ, ഇലക്കറികൾ, പിന്നെ ഡേറ്റ്സ്, ഈത്തപ്പഴം കഴിക്കാം ധാരാളം, പിന്നെ അനാർ, പോംഗ്രാനൈറ്റ്. അപ്പൊ ഇതേപോലെ അയൺ റിച്ച് ഫുഡ് ഈ ഒരു ടൈമിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ കഴിക്കേണ്ടതാണ് പ്രോട്ടീൻ റിച്ച്. നമുക്ക് എല്ലപ്പോഴും നമ്മുടെ ശരീരത്തിൽ എല്ലാ സമയത്തും നമുക്ക് ആവശ്യമുള്ള ഇത് തന്നെയാണ് പ്രോട്ടീൻ. അപ്പൊ നമുക്ക് നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഉൾപ്പെടുത്തേണ്ട പ്രത്യേകതര ഒരു ടൈം കൂടെ തന്നെയാണിത്. സോ ഈ ഒരു ടൈമിൽ നമ്മൾ എഗ്ഗ് കഴിക്കാം, ദാൽ കറി കഴിക്കാം, പനീർ, കേർഡ്, ടോഫു. പിന്നെ ഉള്ളതാണ് ഫ്രൂട്ട്സ്. ബെസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയണമെങ്കിൽ ബനാന. കാരണം ബനാന എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് പ്ലസ് പൊട്ടാസ്യം, എനർജി തരുന്ന ഒരു ഫ്രൂട്ട് തന്നെയായിരിക്കും ബനാന. പിന്നെ നമുക്ക് പപ്പായ കഴിക്കാം. കാരണം ഡ്യൂറിങ് പീരീഡ്സ് നമുക്ക് ബ്ലോട്ടഡ് സെൻസേഷൻ ആയിരിക്കും. സോ ആ ഒരു ബ്ലോട്ടിങ് കുറക്കാനും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും പപ്പായ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആപ്പിൾ കഴിക്കാം, ഓറഞ്ചസ് കഴിക്കാം. കിട്ടുന്ന ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്, നിങ്ങൾ ആ ഒരു ഫ്രൂട്ട് ആ ഒരു ഡേ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ആഹാരം കഴിക്കുമ്പം വോം ഫുഡായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രൂ ഔട്ട് ദ ഡേ വോം വാട്ടർ സിപ്പ് ചെയ്യണം എന്നൊക്കെ. സോ അതേപോലെ തന്നെ ഫുഡ് ആണെങ്കിലും വോം ആയിട്ടുള്ള കംഫർട്ട് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുക. അധികം സ്പൈസി ഫുഡ് കഴിക്കാതിരിക്കുക. കൂടുതലും വെജിറ്റബിൾസ്, സ്റ്റീംഡ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പ് അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളതാണ് ഹൈഡ്രേഷൻ. വോം വാട്ടർ സിപ്പ് ചെയ്യാൻ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഒരു ഡ്രിങ്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ കോക്കനട്ട് വാട്ടർ, ഇളനീർ വെള്ളം, കരിക്ക് വെള്ളം ഒക്കെ കുടിക്കുന്നത് നല്ലതാണ്. അവോയ്ഡ് ചെയ്യേണ്ടത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോഡ, എനർജി ഡ്രിങ്ക്സ് ഒന്നും ഈ ഒരു ടൈമിൽ കുടിക്കണ്ട. ഇനി ഏതൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജങ്ക് ഫുഡ് ആയിരിക്കും. ലൈക്ക് ഓയിലി ഫുഡ് അല്ലെങ്കിൽ ക്രിസ്പി ബേക്കറി ഐറ്റംസ്. ഇതൊക്കെ ഈ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അതേപോലെ ടു മച്ച് കോഫി, ടീ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെർബൽ ടീസ് കുടിക്കാം. പക്ഷേ ഇങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസ്, ഡീപ് ഫ്രൈഡ് ഐറ്റംസ്, ജങ്ക് ഫുഡ്, ചില ആൾക്കാർക്ക് ഈ ഒരു ടൈമിൽ ഇങ്ങനത്തെ കഴിക്കാനൊക്കെ ആയിരിക്കും ക്രേവിങ്സ്. ബട്ട് പ്ലീസ് ഡോണ്ട് അങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കാതിരിക്കുക. കാരണം അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബ്ലോട്ടഡ് സെൻസേഷൻ ആയിരിക്കും, ഒരു ടയർഡ്നെസ്സും വീക്ക്നെസ്സും ഒക്കെ കൂടുതലായിട്ട് തോന്നും. ഒരു 3 to 4 ഡേയ്സ് ഒരു ക്രേവിങ്സ് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം ഇങ്ങനത്തെ ഫുഡും നമ്മുടെ മൂഡിനെയും മെന്റൽ ഹെൽത്തിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നൗ ദ ഇമ്പോർട്ടന്റ് പാർട്ട് ഇസ് ഹൈജീൻ. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ ഇല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാം. കൂടുതലായിട്ടും ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന ഒരു ടൈമും കൂടിയാണ് ഈ പീരീഡ്സിന്റെ സമയം. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ, ബാഡ് സ്മെൽ, റാഷസ് ഉണ്ടാവാം. സോ പ്ലീസ് ടേക്ക് ദിസ് ടൈം സീരിയസ്ലി. ഇപ്പൊ നിങ്ങൾ പലരും പാഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ്, ടാംപോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കാം. സോ പ്ലീസ് മേക്ക് ഷുവർ യു ചേഞ്ച് ദോസ് തിങ് എവറി 4 to 6 hours. എല്ലാ 4 to 6 hours ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഡോണ്ട് വെയിറ്റ് ഫോർ ഫുള്ളി സോക്ട്. അത് ബ്ലീഡിങ് കുറവാണെങ്കിലും ഇല്ലെങ്കിലും, ഓവർഫ്ലോ ഇല്ല അല്ലെങ്കിലും നോർമൽ ഫ്ലോ ആണെങ്കിലും ജസ്റ്റ് ഒരു 4 to 6 hours ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾ പാഡോ ടാംപോണോ ഒക്കെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു കപ്പ് നല്ലോണം വൃത്തിയാക്കി വെക്കണം. ഈ ബോയിൽ ചെയ്യുക. നമ്മൾ ഓരോരോ പീരീഡ്സ് ആകുമ്പോഴത്തേക്കും കഴിയുമ്പോഴത്തേക്കും നല്ലോണം ബോയിൽ ചെയ്ത് അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ. ഈ ഒരു ടൈമിൽ നമ്മൾ ഇന്റിമേറ്റ് ഏരിയനെ കുറച്ചും കൂടെ കെയർ കൊടുക്കേണ്ട ഒരു ടൈമാണ്. നമ്മൾ ഓവർ ആയിട്ടുള്ള സോപ്പ്, നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുന്ന സോപ്പോ അല്ലെങ്കിൽ ഡെറ്റോൾ, സാവലോൺ പോലത്തെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇതൊക്കെ നമ്മുടെ ആ ഒരു ഏരിയയുടെ, ആ ഒരു ഇന്റിമേറ്റ് ഏരിയയുടെ pHനെ അൺബാലൻസ് ചെയ്യുവാണ്. നമ്മൾ pH തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. സോ പ്ലീസ് ഡോണ്ട് യൂസ് ഡെറ്റോൾ അല്ലെങ്കിൽ സോപ്പ് അതേപോലത്തെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഹോട്ട് വാട്ടർ ആൻഡ് മൈൽഡ് ക്ലെൻസർ വേണേൽ യൂസ് ചെയ്യാം. ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസും ഡെറ്റോൾ പോലത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ നമ്മൾ ഇടുന്ന പാൻസും കാര്യങ്ങളും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക. അധികം ടൈറ്റ് ആയിട്ടുള്ള ജീൻസും
ഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഇടാതിരിക്കുക. ആൻഡ് നമ്മുടെ അണ്ടർ ഗാർമെന്റ്സും അതേപോലെ തന്നെ കോട്ടൺ ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. മേക്ക് ഷുവർ യു വാഷ് ദോസ് യുവർ അണ്ടർ ഗാർമെന്റ്സ് പ്രോപ്പർലി. നിങ്ങൾ ഈ ഡെറ്റോളും സാവ്ലോണും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ അണ്ടർ ഗാർമെന്റ്സ് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്, പക്ഷെ നോട്ട് യുവർ ഇന്റിമേറ്റ് ഏരിയ. ആൻഡ് മിക്കപ്പോഴും കോട്ടൺ അണ്ടർ ഗാർമെന്റ്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ മുന്നേയുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുളിക്കാൻ നമ്മുടെ വാം ഷവർ ആണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പ്ലീസ് ടേക്ക് എ ബാത്ത്. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ കുളിക്കണം. നല്ലൊരു ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉന്മേഷവും ഒരു സൂത്തനിങ് എഫക്റ്റും ആയിരിക്കും. സോ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചൂടുവെള്ളത്തിൽ നിങ്ങൾ ആ ഒരു ടൈമിൽ കുളിക്കുക. സോ ബാത്തിങ് ഡ്യൂറിംഗ് പീരീഡ്സ് ഇസ് കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് ഹെൽത്തി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർണിംഗ് സൈൻസ് ഉണ്ട്. നിങ്ങളുടെ വജൈനൽ ഡിസ്ചാർജ് ഒരു ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഏരിയ നിങ്ങളുടെ ഇന്റിമേറ്റ് ഏരിയയിൽ സിവിയർ ഇച്ചിങ് അല്ലെങ്കിൽ ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോ നിങ്ങളുടെ ഡിസ്ചാർജ് വജൈനൽ ഡിസ്ചാർജ് ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ കളർ, ഏതെങ്കിലും ഒരു കളറിഷ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ, ആൻഡ് ഡ്യൂറിംഗ് പീരീഡ്സ് നിങ്ങൾക്ക് ഫീവർ ഉണ്ടെങ്കിൽ, ആൻഡ് സിവിയർ ലോവർ അബ്ഡോമിനൽ പെയിൻ, നാച്ചുറൽ മെത്തേഡ് ചെയ്തു, മെഡിക്കേഷൻസ് എടുത്തു, എന്നിട്ടൊന്നും പെയിൻ മാറിയിട്ടില്ല, സിവിയർ പെയിൻ സ്റ്റിൽ ഉണ്ടെങ്കിൽ, സോ ഇങ്ങനത്തെ എന്തെങ്കിലും സൈൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. കാരണം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയണം, തൈറോയിഡ് ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ കൺസൾട്ടേഷൻ എടുത്തിട്ട് എന്താണോ പ്രശ്നമെന്ന് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കണം. ഇനി കുറച്ച് ഹെൽത്തി ഹാബിറ്റ്സ്, എല്ലാ സൈക്കിളിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് ഹെൽത്തി ഹാബിറ്റ്സ് എന്താന്ന് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ബാലൻസ്ഡ് ഡയറ്റ്. നമ്മൾ കഴിക്കുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റ്, പിന്നെ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക, ബ്രീതിങ് എക്സസൈസ് റെഗുലർ ആയിട്ട് ചെയ്യുക, ആൻഡ് സ്ലീപ് വെൽ, റെഡ്യൂസ് യുവർ സ്ട്രെസ്. ഇമ്പോർട്ടന്റ്ലി ട്രാക്ക് യുവർ സൈക്കിൾ. എല്ലാ മാസവും നിങ്ങൾക്ക് ഏതൊരു ടൈമിൽ ഏതൊരു ഡേറ്റിലാണ് പീരീഡ്സ് വരുന്നത് എന്ന് ട്രാക്ക് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. 2 പാർട്ടും കാണാം. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോമെന്റ്. നിങ്ങൾക്ക് കോമെന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തായാലും സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. സോ വീണ്ടും അടുത്ത ഒരു വെൽനസ് കോണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.